സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാടധികം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവയ്ക്കാറുണ്ട്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ ഈ പറയുന്ന പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കോണ്ടന്റുകൾ പങ്കുവയ്ക്കാനോ പൊതുവെ ഞാനൊരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കോണ്ടന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതിനൊരു കൃത്യത വേണം. ആ ഒരു കൃത്യത ഇല്ല എങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം നമുക്ക് തന്നെ ഒരു അടിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോണ്ടന്റ് മാത്രമേ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പറയാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമ്മളൊരു രാഷ്ട്രീയപരമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഈ പറയുന്ന കേരളം മൊത്തം സംഘികളാണല്ലോ. നമ്മുടെ BJP പാർട്ടിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഘികൾ ഇപ്പോൾ പല പല സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഒരുപാട് സംഘികൾ ഇങ്ങനെ ഉടലെടുത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കാണാനായിട്ട് ഇടയായി. നമ്മുടെ ബിഗ് ബോസിലെ മലയാളം സീസൺ 4 ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഈ പറയുന്ന ഡോക്ടർ റോബിൻ ഒരു 3 ദിവസം മുമ്പ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഒരു പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ സാറായിട്ടുള്ള ഒരു പിക്ചർ എടുത്തിട്ട് പുള്ളിക്കാരൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം ആ ഒരു പിക്ചറിന് താഴെ വന്ന ചില കമൻസ്, ആ കമൻസിനൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ ഡോക്ടർ റോബിൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ TV ഇങ്ങനെയുള്ള മെയിൻ സ്ട്രീം വാർത്താ മാധ്യമങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആയതിൻ്റെ കാര്യം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ആ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പങ്കുവച്ച ആ ഒരു വീഡിയോ ഞാനൊന്നുകൂടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചുകുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരാളിൻ്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, K. സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഡോക്ടർ റോബിൻ പറയുന്ന ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റിനെ കണ്ട സമയത്ത് അദ്ദേഹമായിട്ടൊരു ഫോട്ടോ എടുത്ത് കാഷ്വലായിട്ട് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി സെൻഡ് ചെയ്തു. ഇതേ തുടർന്നുണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് റോബിൻ ആ വീഡിയോയിൽ പറയുന്നത്. ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്ന കമൻസും കാര്യങ്ങളെ പറ്റിയാണ് റോബിൻ സംസാരിക്കുന്നത്. നീ ഇപ്പം സംഖ്യയായോ? ഇനി ഇവനെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, ഇത്രയും നാൾ ഇവനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഇവനിപ്പോൾ ചാണകത്തി ചവിട്ടിയോ, ഇത് വേണ്ട ബ്രോ, ഇതൊക്കെ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ്. ആ ഒരു വീഡിയോന് താഴെ ഏകദേശം 10,000-3000 കമൻസ് ഉണ്ട്. ആ ഒരു കമൻറ്റുകൾ ഫുള്ള് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഈ ഒരു റോബിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് ഈ ഒരു പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻസ് നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ. മൊത്തം നെഗറ്റീവായിട്ടുള്ള കമൻസാണ്. അപ്പോൾ റോബിൻ പറയുന്നത്, ഞാൻ എവിടെയും പോയി ഒരു സംഖ്യയുമായിട്ടില്ല, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളിൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയോടാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളം BJPക്ക് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ റോബിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അത് പൊതുവെ എല്ലാ വ്യക്തികൾക്കും തോന്നുന്ന ഒരു സംശയമാണ്. ഇപ്പം നമുക്ക് ഇതിന് മുമ്പുണ്ടായിരുന്നു, നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് ലെവൽ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പഞ്ചായത്ത്, ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അങ്ങനെയുള്ള ഇലക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ പറയുന്ന പൊതുവെ ഇതിൻ്റെ ഒരു റെക്കോർഡ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഇപ്പോൾ മുന്നോട്ട് ഈ ഒരു കേരളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കരമായിട്ടൊരു അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ UDF എന്ന് പറയുന്ന പാർട്ടി കുറച്ചുകൂടി മുന്നോട്ട് വരുന്നിട്ടുണ്ട്. പല പല സീറ്റുകളും അല്ലെങ്കിൽ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു മുന്നേറ്റം UDF പാർട്ടി ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ LDF സർക്കാരിൻ്റെ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഈ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കേരളത്തിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാർട്ടികളെ മാറ്റി ചിന്തിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊരു അവസരം കൊടുക്കാനായിട്ട് കേരളക്കര താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന കേരളത്തിൽ ഇനി മാറ്റങ്ങൾ വരുന്ന സമയത്ത് BJP പാർട്ടിക്കും കൂടി ഒരു അവസരം കേരളക്കര കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ BJP പാർട്ടിക്ക് കേരളത്തിൽ ആ ഒരു പ്രാഗൽഭ്യം കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് റോബിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും നമുക്കൊരു സംഖ്യയായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന BJP പാർട്ടിക്കാരനായിട്ടോ ഒന്നും പറയാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിൽ പിന്നെ നമുക്ക് എന്തും പറയാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിന് മുമ്പുണ്ടായ ഒരു വീഡിയോ, ഞാൻ ഏകദേശം ഒരു 3-4 ദിവസം മുമ്പ് മറ്റൊരു വീഡിയോ കണ്ടു. അത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് അതന്ന് ചെയ്യാനായിട്ടൊരു മടിയായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ പാട്ടുകാരായിട്ടുള്ള ഭജൻസ് ഇല്ലേ, നമ്മുടെ ഈ പറയുന്ന പോലെ അമ്പലങ്ങളിലൊക്കെ പാട്ടൊക്കെ പാടുന്ന മറ്റേ ഗോവിന്ദം ഭജൻസ്, ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഈ പറയുന്ന ഗോവിന്ദം ഭജൻസിലെ ആ 2 പാട്ടുകാർ, പേരെനിക്കറിയില്ല, ആ 2 പാട്ടുകാർ മറ്റേ മഞ്ഞ കളറ് ചന്ദനക്കുറി തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചന്ദനക്കുറി 2 മാർക്ക് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ഇവർ 2 പേര് സംഘികളാണ്, BJP പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്, ഈ പറയുന്ന അമ്പലത്തിൽ പോയിട്ട് ഭജനങ്ങളൊക്കെ പാടുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ വീഡിയോസാണ് പുറത്തിറങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിവ്യൂവേഴ്സ് അതെടുത്തിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ആ ഒരു ഫോട്ടോയിൽ അവരുടെ നെറ്റിയിൽ ഈ പറയുന്ന മാർക്കൊക്കെ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തപ്പോൾ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ചിരിയാ വന്നത്. ആ ഒരു വീഡിയോ എങ്ങനെ ചെയ്യും? ഈ പറയുന്ന ഗോവിന്ദം ഭജൻസ് ആ പാട്ടൊക്കെ ഞാൻ ആ പാട്ട് കുറേ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പാട്ട് ഞാൻ അവരെ ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളെ ഈ ചന്ദനക്കുരി തൊട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കുറി മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താക്കുകയാണ്.
ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? ഇതൊക്കെ ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവരുടെയൊക്കെ ഷോകൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പാട്ട് കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് രാവും പകലൊക്കെ പോയിട്ട് അമ്പലങ്ങളിൽ പോയിട്ടൊക്കെ ഇരിക്കുന്നത്. അത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഈ പാട്ടുകാർ. കുറച്ചധികം പേരുണ്ട് അവർ ആ ഒരു ഗ്രൂപ്പിൽ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-15 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഗോവിന്ദം ഭജൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോവും. നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന BJP. പക്ഷേ ഇപ്പം കയറി വരുന്നുണ്ട്. ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, പല സ്ഥലങ്ങളിലും 1, 2, 3 സീറ്റൊക്കെ വെച്ച് ഇപ്പം ഇവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ജനങ്ങളുടെ ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു പാർട്ടിയായിട്ടുണ്ടായിരുന്ന LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും വലിയൊരു അടി കിട്ടിയിട്ട് ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇതൊക്കെ UDF സർക്കാരിൻ്റെ ആ ഒരു മേൽക്കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെട്ടുള്ള സ്വന്തം താല്പര്യങ്ങൾ മാറ്റിച്ചിന്തിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ പറയുന്ന ജനങ്ങളുടെ ചെറിയ താല്പര്യങ്ങളും ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് സാധിച്ചു കൊടുക്കും എന്നുള്ള ഉറപ്പുള്ള ആളുകൾക്ക് അവർ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇതിനിപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് അവർ സംഘികളാണ്, അവർ ആ പാർട്ടിക്കാരാണ്, BJPക്കാരാണ്, ചാണകത്തി ചവിട്ടിയോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പേഴ്സണലി എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയം എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏകദേശം ഒരു 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം കിട്ടും. ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം കിട്ടും. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ആ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എത്രമേൽ ഉറപ്പുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടേണ്ട സഹായങ്ങളും അല്ലെങ്കിൽ നമുക്ക് നിയമപരമായി കിട്ടേണ്ട സഹായങ്ങളും എല്ലാം നമുക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഈ പറയുന്ന ജനങ്ങൾ ഈ പറയുന്ന സ്ഥാനാർത്ഥിമാർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലുള്ളൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തെയാണ് ഞാൻ പേഴ്സണലി രാഷ്ട്രീയമെന്ന് ഉള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ്, രാഷ്ട്രീയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ അതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ അത് സെപ്പറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ കേസിൽ അയാളുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു താല്പര്യമാണ് പറഞ്ഞത്. അയാൾക്ക് BJP പാർട്ടി ഇഷ്ടമാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, നമ്മുടെ PM മോദി സാറിന് അയാൾക്ക് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു BJP പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതിന് നമ്മൾ അയാളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ മോശം പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നേടിയെടുക്കാനായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുമായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അയാളുടെ പേജിൽ ഈ പറയുന്ന BJP സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള താല്പര്യം, അദ്ദേഹത്തിന് ഈ പറയുന്ന BJP പാർട്ടി ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ആ ഒരു പാർട്ടി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്, ആ ഒരു പാർട്ടിയിലെ ആ ഒരു പാർട്ടി ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. അയാൾക്കൊപ്പമുള്ളൊരു ഫോട്ടോ പങ്കുവച്ചു. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന റോബിനെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റോബിൻ സംഖ്യയായി പോയി, ചാണകത്തി ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല. പിന്നെ ഈ പറയുന്ന കമൻസ് ഇടുന്നതും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതും ഇത്തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ ഭയങ്കര ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. ഇതൊന്നും റിയലായിട്ട് ഉള്ള അയാളുടെ ഈ പറയുന്ന പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു പേഴ്സൺ തൻ്റെ ഐഡൻറ്റിറ്റി വെച്ചൊന്നും അല്ല ഈ പറയുന്ന കമൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടുന്നത്. ഫുള്ള് ഫേക്ക് അക്കൗണ്ടാണ്. ആർക്കോ വേണ്ടി ആരൊക്കെയോ എന്തോ സന്തോഷത്തിന് വേണ്ടി പലതുപോലെ ചെയ്യുന്നു. അതിൻ്റെ പുറകെ തുള്ളാനും സംസാരിക്കാനൊക്കെ ബാക്കി വരുന്നവർ. ഈ കാര്യത്തിനകത്തൊക്കെ അത്രയേ ഉള്ളൂ. ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളും വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻസും അഭിപ്രായങ്ങളും വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു ഫേക്ക് ഐഡൻറ്റിറ്റിയാണ്, ഒരു ഫേക്ക് അക്കൗണ്ടാണ്. അതിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്നവന് പോലൊരു ഐഡൻറ്റിറ്റി ഇല്ല. പിന്നെ കേൾക്കുന്ന നമ്മളെന്തിനാണ് ഇത് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത്?
അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആകെ പറയാനായിട്ടുള്ളത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സഹായം കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിൽക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളവർ ഈ പറയുന്ന അധികാരത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഈ പറയുന്ന നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇലക്ഷനിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് നമുക്ക് കിട്ടുന്ന മാക്സിമം സഹായം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം എക്യുപ്മെൻറ്റ്സും അവിടെ നമുക്ക് ഈ പറയുന്ന ചികിത്സാ സഹായങ്ങൾ കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ വെട്ടമുണ്ടാവാനായിട്ട് രാത്രി സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും വേണം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായങ്ങൾ, ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു പരിപാടി, അത്തരത്തിലുള്ള സഹായങ്ങൾ വേണം. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും കുറ്റം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു പോലീസ് സംവിധാനം വേണം. ഈ പറയുന്ന ആംബുലൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക് ആവശ്യം എന്ന് പറയുന്നത്. ബേസിക് ആവശ്യങ്ങൾ പലതും ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന ഈ റോഡുകളിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യമായിട്ട് ഈ പറയുന്ന ബാത്റൂമുകളും ഈ പറയുന്ന വാഷ്റൂമുകളും വേണം. ഈ ബസ് സ്റ്റാൻഡുകളിൽ നമുക്ക് ഇരിപ്പിടങ്ങൾ വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളെങ്കിലും കിട്ടുമെന്ന് അത്രമേൽ ഉറപ്പുള്ള ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ടും അതിനോട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്